ആത്യന്തികമായി ഇവിടെ രജിസ്റ്റർ ചെയ്ത് പോലും പ്രവർത്തിക്കാത്ത ഒരു സംഘടനയുടെ നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ തത്വശാസ്ത്രത്തിന് സമ്പൂർണ്ണമായി കീഴ്പ്പെടുന്ന സമയത്ത് ഞാനും നിങ്ങളും ഇത്തരത്തിൽ സംസാരിക്കാൻ പോലും ശേഷിയില്ലാത്ത ആളുകളായി നിശബ്ദരായി ഒരുപക്ഷെ ഉന്മൂലനം ചെയ്യപ്പെട്ടില്ലാതാകും. ഇപ്പോൾ നമുക്ക് പരസ്പരം തർക്കിക്കാം, നമുക്ക് ജനാധിപത്യപരമായ സംവാദങ്ങളാകാം, എതിർപ്പുകൾ പറയാം, നമുക്ക് വിയോജിക്കാം. ഇതെല്ലാം നിലനിൽക്കുന്ന ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ സൗന്ദര്യത്തിലാണ്. പക്ഷേ ഈ സമൂഹം ആത്യന്തികമായി ഇവിടെ രജിസ്റ്റർ ചെയ്ത് പോലും പ്രവർത്തിക്കാത്ത ഒരു സംഘടനയുടെ നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ തത്വശാസ്ത്രത്തിന് സമ്പൂർണ്ണമായി കീഴ്പ്പെടുന്ന സമയത്ത് ഞാനും നിങ്ങളും ഇത്തരത്തിൽ സംസാരിക്കാൻ പോലും ശേഷിയില്ലാത്ത ആളുകളായി നിശബ്ദരായി ഒരുപക്ഷെ ഉന്മൂലനം ചെയ്യപ്പെട്ടില്ലാതാകും. ആ സമയത്ത് നമ്മളിപ്പോൾ ഉണർന്ന് ചിന്തിക്കേണ്ടത് എങ്ങനെ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തെ പ്രതിരോധിക്കാന്നുള്ളതാണ്. പല നിലകളിൽ അതിൻ്റെ ഇരകളായ ആളുകളാണ്. ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ സമുദായം എന്ന് പറഞ്ഞാലും CK ജാനുവിൻ്റെ സമുദായം എന്ന് പറഞ്ഞാൽ ഈ ബ്രാഹ്മണ്യത്തിൻ്റെ ഇരകളാണ്. അങ്ങനെയുള്ള ആളുകളെ വിമർശിച്ചുകൊണ്ട് നമ്മളുടെ ഊർജം ആ വഴിക്ക് തിരിച്ചിട്ടുകൊണ്ട് ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തെ തോൽപ്പിക്കാമെന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ കടമ മറക്കുന്നതിന് തുല്യമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് വ്യക്തിപരമായ ആശ്വാസം ലഭിക്കുമെങ്കിൽ നിങ്ങളത് ചെയ്യുന്നതിൽ എനിക്ക് യാതൊരു വിരോധവുമില്ല. ഗണേഷ് കുമാർ മന്ത്രിയായിരിക്കുന്നതിലും എനിക്ക് വിരോധമില്ല. എല്ലാ സമുദായങ്ങൾക്കും അർഹമായ പ്രാതിനിധ്യം ഉണ്ടാകുന്ന ഒരു ജനാധിപത്യ രാജ്യം തന്നെയാണ് ഇപ്പോൾ ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ ഞാൻ ആഗ്രഹിക്കുന്നത്.